കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ആഭ്യന്തര തർക്കങ്ങൾ മുതിർന്ന നേതാക്കളുടെ പരസ്യമായ വെളിപ്പെടുത്തലുകളോടെ പുതിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. DCC മുൻ ജനറൽ സെക്രട്ടറി തോമസ് വർഗീസ് KPC നേതൃത്വത്തിനെതിരെ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു. ഈ ആഭ്യന്തര കലഹം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ ഇത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തകർച്ചയുടെ സൂചനയാണെന്ന വിമർശനവുമായി CPM നേതാവ് MV ജയരാമൻ രംഗത്തെത്തി. വയനാട് ദുരിതാശ്വാസ ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് കാണിക്കുന്ന നിസ്സംഗതയും കണക്കുകളിലെ വൈരുദ്ധ്യവും രാഷ്ട്രീയ ആയുധമാക്കി മാറിയിരിക്കുകയാണ്. എത്ര തുക പിരിച്ചെടുത്തു എന്നതിനും അതെങ്ങനെ വിനിയോഗിച്ചു എന്നതിലും കൃത്യമായ മറുപടി നൽകാൻ KPCCക്ക് സാധിച്ചിട്ടില്ല. ഈ പൊട്ടിത്തെറി കോൺഗ്രസിനെ ജനമധ്യത്തിൽ അപഹാസ്യനാക്കും എന്നാണ് ഇടതുപക്ഷം വിലയിരുത്തുന്നത്. കോൺഗ്രസിനുള്ളിലെ ഈ വിള്ളലുകൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കില്ലെന്നും കേരളത്തിലെ LDF സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നില്ലെന്നും ജയരാജൻ അവകാശപ്പെടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിക്കുന്ന പിന്തുണയും എക്സിറ്റ് പോളുകളിൽ കാണുന്ന LDFന്റെ മുന്നേറ്റവും കോൺഗ്രസിന്റെ പതനത്തിന് ആക്കം കൂട്ടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യത്തെയും സുതാര്യതയും ചോദ്യം ചെയ്യുന്നതാണ് തോമസ് വർഗീസിന്റെ പരാതിയെന്ന് MV ജയരാജൻ ആരോപിക്കുന്നു. വയനാട് ദുരന്തവും ബന്ധപ്പെട്ട കോൺഗ്രസ് നേതൃത്വം പിരിച്ചെടുത്ത ഫണ്ടിനെ കുറിച്ചാണ് പരാതിയിലെ ഏറ്റവും ഗൗരവകരമായ ആരോപണം. വയനാട് ദുരിതാശ്വാസത്തിനായി എത്ര രൂപ പിടിച്ചെടുത്തു എന്നതിനോ അതെങ്ങനെ ചെലവഴിച്ചു എന്നതിനോ പാർട്ടിക്ക് അകത്തുപോലും കൃത്യമായ ധാരണയില്ലെന്ന് തോമസ് വർഗീസിനെ ഉദ്ധരിച്ച് ജയരാജൻ പറഞ്ഞു. ഇത്തരം സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത ഇല്ലാത്തത് നേതൃത്വത്തിന്റെ വിശ്വാസ്യതയെ തകർക്കുന്നുവെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിമർശനം. KPCC പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങൾ ക്രമവിരുദ്ധമാണെന്നും പാർട്ടിയുടെ ഭരണഘടനയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്നും തോമസ് വർഗീസ് നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. KPCC പ്രസിഡന്റ് പാർട്ടിയെ സ്വന്തം താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്ന ഗുരുതര ആരോപണവും ഇതിലുണ്ട്. മാത്രമല്ല പാർട്ടി നേതൃത്വത്തിന്റെ വിവിധ തീരുമാനങ്ങളിലും അഴിമതി കലർന്നിട്ടുണ്ടെന്നാണ് പരാതിയുടെ സാരം. ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടത് കോൺഗ്രസിനെ ജനമധ്യത്തിൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. സണ്ണി ജോസഫിന്റെ സാമ്പത്തിക ഇടപാടുകളുടെയും വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ചുള്ള നിയമനങ്ങളെയും കുറിച്ചാണ് പ്രധാനമായും പരാതിയിൽ പരാമർശിച്ചിരിക്കുന്നത്. സണ്ണി ജോസഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്ന സ്വത്ത് വിവരങ്ങളിൽ വലിയ തോതിലുള്ള അസ്വാഭാവികത ഉണ്ടെന്നാണ് ജയരാജൻ ആരോപിക്കുന്നത്. സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയ സ്വത്തിനേക്കാൾ കൂടുതൽ സമ്പാദ്യം ഇദ്ദേഹത്തിനുണ്ടെന്നും ഇതിന്റെ ഉറവിടം വ്യക്തമാക്കണമെന്നും തോമസ് വർഗീസിന്റെ പരാതിയിലുണ്ട്. ജനപ്രതിനിധി എന്ന നിലയിൽ പുലർത്തേണ്ട സുതാര്യത സണ്ണി ജോസഫ് ലംഘിച്ചുവെന്നാണ് CPMന്റെ നിലപാട്. സണ്ണി ജോസഫിന്റെ മകൾക്ക് കാരാശ്ശേരി സഹകരണ ബാങ്കിൽ ജോലി ലഭിച്ചതുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊരു പ്രധാന ആരോപണം. ഈ നിയമനം നടന്നത് ക്രമവിരുദ്ധമാണെന്ന് തോമസ് വർഗീസ് ഉന്നയിച്ചതായി ജയരാജൻ ചൂണ്ടിക്കാട്ടി. അർഹമായ ഉദ്യോഗാർത്ഥികളെ മറികടന്ന് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് ഈ നിയമനം നടത്തിയതെന്നാണ് ആരോപണത്തിന്റെ സാരം. സഹകരണ മേഖലയിൽ കോൺഗ്രസ് ഭരണസമിതികളുടെ സ്വാധീനം ഇതിനായി ദുരുപയോഗം ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് നേതാക്കൾ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് വഴിവിട്ട രീതിയിൽ ആനുകൂല്യങ്ങൾ തരപ്പെടുത്തുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ സംഭവമെന്ന് ജയരാജൻ പരിഹസിച്ചു. ഒരു വശത്ത് അഴിമതിക്കെതിരെ സംസാരിക്കുകയും മറുവശത്ത് ഇത്തരം ക്രമക്കേടുകൾ നടത്തുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണെന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും MV ജയരാജന്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും കേരളത്തിലെ നിലവിലത്തെ രാഷ്ട്രീയ ചിത്രം കൂടുതൽ സങ്കീർണമാക്കുകയാണ്.